വാർത്തകളിലേക്ക്. കോഴിക്കോട് ഫറോക്കിൽ അമ്മയെയും മകനെയും ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിൽ നടപടിയെടുക്കാതെ പോലീസും വനിതാ കമ്മീഷനും. ഭർത്താവ് മുഹമ്മദ് ഫാസിലാണ് ഇരുവരെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത്. മുഹമ്മദ് ഫാസിലിന്റെ വീട്ടുപടിക്കലാണ് അമ്മയും മകനും കഴിഞ്ഞ 5 ദിവസമായി അന്തിയുറങ്ങുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, നമ്മൾ 2 ദിവസം മുൻപ് നൽകിയ വാർത്തയാണ്. അതായത് ഇത്തരത്തിൽ അമ്മയെയും മകനെയും വീട്ടിൽ കയറ്റാതെ ആ കുടുംബം വീട് പൂട്ടി സ്ഥലം വിടുകയായിരുന്നു. പിന്നീട് പോലീസ് ഇവരെ ബന്ധപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? രാഖി, നമ്മളിപ്പോൾ ആ വീട്ടിലാണുള്ളത്. കഴിഞ്ഞ 5-ലധികം ദിവസമായി ഹസീന എന്ന് പറയുന്ന ഒരു യുവതിയും 9 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയും കഴിഞ്ഞ ദിവസങ്ങളായി 5 ദിവസത്തിലധികമായി കഴിയുന്നത് ഈ വീടിന്റെ ഈ വരാന്തയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇവർ ഇവിടെയാണ് ഓരോ രാത്രിയും പേടിയോടെ അന്തി ഉറങ്ങുന്നത് എന്നുള്ളതാണ്. ഹസീന മാത്രമല്ല, ഹസീനയ്ക്കൊപ്പം 9 വയസ്സുകാരനും ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ ഈ വീടിന്റെ വരാന്തയിലാണ് ഇങ്ങനെ അന്തി ഉറങ്ങുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഈ വീട്ടിലേക്കാണ് ഹസീനയെ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം ചെയ്ത് ഹസീന എത്തിയ വീടാണ് ഇത്. ഹസീനയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഫാസിലാണ് ഹസീനയുടെ മകനോടും ഈ രീതിയിലുള്ള ഒരു ക്രൂരത കാണിക്കുന്നത് എന്നുള്ളതാണ്. ഈ വീട്ടിലേക്ക് ഹസീനയും അതുപോലെ മകനും എത്തിയ സമയത്ത് ഈ വീട്ടിൽ മുഹമ്മദ് ഫാസിലിന്റെ ഉപ്പയും മറ്റു കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ വീട്ടിലേക്ക് എത്തിയ ഉടൻ തന്നെ ഈ വീട് പൂട്ടി അവർ ഇവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹസീന പോലീസിനെ സമീപിച്ചിട്ടുണ്ട്, വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ ഹസീനയുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഹസീന നമുക്കൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ 5-ലധികം ദിവസമായി ഹസീനയും 9 വയസ്സുകാരനും കഴിയുന്നത് ഈ വീടിന്റെ വരാന്തയിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചത്? അവർക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഇതാക്കിയതാണ്. അവർ തലാക്ക് ചൊല്ലിയെന്നാണ് ഞാൻ വരുമ്പം പറയുന്നത്. യാതൊരു ഇതും ഇല്ല അവരെ ഭാഗത്തുനിന്ന്. എനിക്കിതിന് അവരെന്നെ തലാക്ക് എന്തിന്റെ പേരിലാണ് ചൊല്ലിയതെന്ന് പോലും അവർ പറയുന്നില്ല. അതായത് ഹസീനയെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഫാസിൽ തലാക്ക് ചൊല്ലി ഒരു ബന്ധവുമില്ല എന്ന് പറയുകയാണെന്നാണ് ഹസീന പറയുന്നത്. മാത്രമല്ല, ഒരു രീതിയിലും പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയോ മറ്റ് അതിന്റെ രീതികളിലൊന്നും തന്നെയല്ല ഈ തലാക്ക് ചൊല്ലിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഹസീന പോലും പിന്നീടാണ് ഇങ്ങനെ തന്നെ തലാക്ക് ചൊല്ലി ഒഴിവാക്കിയെന്ന് അറിയുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു വിജനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. രാത്രി ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ വലിയ പേടി ഉണ്ടാകുന്നില്ലേ? പേടിയുണ്ട്. ഇതിനൊരു നീതി കിട്ടണം എന്നുള്ളതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ഇതാവട്ടെ. ഈ പോലീസും വനിതാ കമ്മീഷനും ഒക്കെ എന്താ നിങ്ങളോട് പറഞ്ഞത്? പോലീസുകാർ നല്ലൊരു സഹകരണമാണ്. വനിതാ കമ്മീഷനും ഒന്നും ഒരു ഇടപെടലില്ല. നിങ്ങൾക്ക് എന്താണ് ഇനിയുള്ള ആവശ്യം? എന്താണ് പ്രധാനമായിട്ടും? ഒന്നിക്കെ എൻ്റെ വാങ്ങിയ സാധനങ്ങൾ തരിക, എല്ലാന്നുണ്ടെങ്കിൽ എന്നെ സ്വീകരിക്കുക. എന്തിന്റെ കാരണമാണ് എന്നെ ഒഴിവാക്കുന്നതെന്ന്. ഇത് രംഗത്തേക്ക് എൻ്റെ ഭർത്താവ് വരുന്നില്ല. അത് തന്നെയാണ് രാഖി പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇവർ നിയമപരമായി വിവാഹം കഴിച്ചതാണ്, പക്ഷേ ഇവർ മതപരമായി മൊഴി ചൊല്ലിയതാണ്. അതുകൊണ്ട് തന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട്. പോലീസുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് പോലീസ് പറയുന്നത് ഈ വീട്ടിലെ പൂട്ടുപൊളിച്ച് ഇവരെ ഉള്ളിൽ കയറ്റുന്നതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്നലെ വനിതാ കമ്മീഷൻ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇവരുടെ 2 പേരുടെയും ദുരിതം അത് കൃത്യമായി വനിതാ കമ്മീഷൻ അംഗങ്ങൾ കണ്ടതുമാണ്. പക്ഷേ അവർക്ക് കൈമലർത്തുകയാണ്. അവർ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വീട്ടിൽ കയറ്റേണ്ട നിയമ സംവിധാനം നമുക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ അനഘ സൂചിപ്പിച്ചതുപോലെ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയാണ് ആ വീട്ടു വരാന്തയിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുന്നത്. ആ കുട്ടിക്ക് നൽകേണ്ട സംരക്ഷണം, ഒപ്പം തന്നെ ആ സ്ത്രീക്ക് എന്ത് സംരക്ഷണമാണ് നമ്മുടെ സർക്കാർ സംവിധാനം, പോലീസ് സംവിധാനം, എല്ലാ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ഈ കുടുംബത്തോട് പോലീസ് ഇത്തരത്തിൽ ഒഴികഴിവുകൾ പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്ന സ്ഥിതിയാണ്. പോലീസ് സ്ഥലത്തെത്തിയിരുന്നോ? തീർച്ചയായും രാഖി, അതായത് പോലീസ് പറയുന്നത് ഈ കൃത്യമായി ഈ വീടിന്റെ പൂട്ട് പൊളിച്ച് ഉള്ളിൽ കയറ്റി ഇവരെ ഉള്ളിലേക്ക് കയറ്റാനുള്ള നിയമപരമായി അതിന് തടസ്സമുണ്ട്, തങ്ങൾക്ക് അതിന് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ പോലും ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇവരെ കയറ്റുന്ന സാഹചര്യമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പോലീസിലുപരി ഈ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും സങ്കടകരം എന്നുള്ളതാണ്. കാരണം ഒരു യുവതി, വെറും 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയും 9 വയസ്സുകാരനുമാണ് ഇങ്ങനെ
ഇങ്ങനെ ഈ വീടിന്റെ വരാന്തയിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ ഇത്ര 5-ലധികം രാത്രിയും പകലുമൊക്കെ കഴിയുന്നത് എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഈ മുഹമ്മദ് ഫാസിൽ 40 പവനോളം സ്വർണം ഇവരിൽ നിന്ന് എടുത്തിട്ടുണ്ട് കല്യാണ സമയത്ത്. അത് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് കയറി തന്റെയും മകന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. പക്ഷേ അതിന് ഇവർക്ക് ഇതുവരെ ഒരു നിയമസഹായമോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇനി എത്ര രാത്രി ഈ വീടിന്റെ വരാന്തയിൽ ഇങ്ങനെ പേടിയോടെ തനിക്കും മകനും കഴിയേണ്ടി വരുമെന്നൊരു ആദിയിലാണ് ഈ അമ്മയുടെ മനസ്സ് ഇപ്പോഴും. രാഖി, അനഘ, അതുപോലെ തന്നെ അനഘ സൂചിപ്പിച്ചതുപോലെ, അതായത് 40 പവനോളം സ്വർണം അവരിൽ നിന്ന് സ്ത്രീധനമായി കൈപ്പറ്റി, അത് അയാൾ കൈക്കലാക്കി. അതിന് പിന്നാലെ ഒരു കുട്ടിയുണ്ടായി. 9 വയസ്സായപ്പോൾ ആ കുഞ്ഞിനെയും ആ സ്ത്രീയും നടതല്ലി. എന്തായാലും ഈ ഇത്തരം പോലീസിലൊക്കെ ഇത്തരം കംപ്ലൈന്റുകളുമായി ആ സ്ത്രീ പോകുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ടോ? അവരോട് ഒന്നുകൂടി ചോദിക്കൂ അനഘ. അതായത് നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിച്ചു. പോലീസ് പറയുന്ന നിയമ തടസ്സം എന്താണ്? അതായത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഈ വീട്ടിനകത്തേക്ക് നിങ്ങളൊക്കെ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നതിന്റെ ഒരു തടസ്സം എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് റെസിഡൻസ് ഓർഡർ ഇല്ല, പൊട്ടൻഷ്യൽ ഓർഡർ ഉണ്ട്, ജീവിക്കാനുള്ള ഓർഡറും ഉണ്ട്. ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള ഓർഡർമേലാണ് ഞാൻ വന്നത്. എന്നാൽ ഭർത്താവ് എന്നെയും കുട്ടീൻ്റെയും കൂടെ ജീവിക്കുക. ഭർത്താവ് ഇപ്പം മറ്റൊരു കുട്ടീൻ്റെയും ഭാര്യയുടെ കൂടെയാണ് ജീവിക്കുന്നത്. പിന്നെ വെച്ചാൽ എൻ്റെ 42 പവനാണ് സ്വർണം ഭർത്താവിൻ്റെ കയ്യിലുള്ളത്. എന്നാൽ ഒന്നിക്ക് അത് തരിക, എല്ലാം എൻ്റെ ഭർത്താവ് കാരണം വെച്ചോട്ടെ, എനിക്ക് 42 പവനും വേണ്ട, ഭർത്താവ് ഇന്നെ ഒഴിവാക്കിക്കോട്ടെ, എന്നാലും തയ്യാറാണ്. ഒന്നുമില്ലത്. അതായത് ഈ മുഹമ്മദ് ഫാസിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ? ഒന്നുമില്ല, ഒരു ബന്ധുവില്ല. ഒരു മകനെന്നുള്ള നിലക്ക് മകനെ പോലും ഇല്ല. മുഹമ്മദ് ഫാസിൽ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് എപ്പോഴാണ് അറിയുന്നത്? അത് നിങ്ങൾ മുമ്പേ അറിഞ്ഞിരുന്നോ? ഞാനിപ്പോൾ ഈ ഓർഡർ പ്രകാരമാണ് അറിഞ്ഞത്, വന്നപ്പോഴാണ് അറിഞ്ഞത് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിൽ 1.5 വയസ്സായ മകനുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുമായിരുന്നോ? മറച്ചു വെക്കുമായിരുന്നു. ഈ ഹസീനയുടെ ഉമ്മയുണ്ട്, നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളും ഈ മകൾക്കൊപ്പം ഇവിടെ കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം മഴകളെ ഒറ്റയ്ക്ക് ഓരോ രാത്രിയും ഇവിടെ നിർത്താൻ കഴിയില്ല. എന്താണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രതിസന്ധി? എനിക്ക് എൻ്റെ മോളെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റൂല. നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞതാണ്. ഇപ്പൊ അവര് പറഞ്ഞത് തലാക്ക് ചെല്ലിന്നും പറഞ്ഞിക്കാണ്ട് മോളെവിടെ ഒരു ഭാഗം കുട്ടീനെയും നോക്കണില്ല, ഓളെയും നോക്കണില്ല. പിന്നെ എനിക്കിതിനൊരു നീതി കിട്ടണം. ഞാനും ഇപ്പൊ ഇവിടെ എനിക്ക് 60 വയസ്സായിക്കണേ. പിന്നെന്ന് പറഞ്ഞാല് ഇവളെ സ്വർണ്ണങ്ങൾ 50 പവന്റെ സ്വർണം കൊടുത്തിട്ടാണ് ഇവളെ കല്യാണം കഴിച്ചത്. അതിൽ 42 പവന്റെ സ്വർണം ഓരോ കയ്യിലാണ്. പിന്നെ അപ്പോഴും ഇപ്പോഴായിട്ട് 90,000 ഉറുപ്പിയും കൊടുത്തിക്കണേ. ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നിക്കലും അവന് കാരണം വെച്ച് തരാ, എന്താ ഈ തീർക്കാനുള്ള കാരണം അതും അവൻ പറയണില്ല. തലാക്ക് ചെല്ലി എന്നാണ് പറഞ്ഞത്. ഞങ്ങളൊക്കെ അറിയില്ല തലാക്ക് ചെല്ലിയത്. എന്താണ് ഈ പറയുന്ന മുഹമ്മദ് ഫാസിലിന്റെ കുടുംബം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? അതുകൂടി ഒന്ന് ചോദിച്ചറിയും. നഷ്ടപ്പെടുത്താൻ പറ്റൂല. ഓളെ കുട്ടിയും ഓന്റെ കുട്ടിയും തന്നെയല്ലേ, അവര് കുട്ടീനെയും നോക്കണില്ല. മുഹമ്മദ് ഫാസിലിന്റെ കുടുംബം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളോട് പറയുന്നത്? കുടുംബക്കാരും ഒന്നും വരുന്നില്ല, രംഗത്തേക്ക് വരുന്നില്ല. ഇതൊക്കെ ഇവരെ ഏട്ടന്റെ വീടോ കാണാം, അപ്പുറത്തും ഇപ്പുറത്തുള്ള ഓരാരും ഈ കുട്ടീനെയും കൂടി ഞങ്ങളെ നോക്കണ്ട. ഈ കുട്ടി ഇങ്ങനെ ഓടി കളിച്ചിട്ട് കുട്ടീനെയും നോക്കണില്ല. രാത്രി ഇവിടെ നായിന്റെ പടയാണ്, എന്നിട്ട് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉറങ്ങണില്ല. മറ്റല്ല, നിങ്ങൾ ഭക്ഷണമൊക്കെ എങ്ങനെയാ കഴിക്കുന്നത്? മോനക്ക് ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് വാങ്ങി കൊടുക്കുകയാണ് ഭക്ഷണങ്ങള്. അത് തന്നെയാണ് രാഖി, വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെയുള്ള പോലീസും വനിതാ കമ്മീഷനും ഒക്കെ ഇവർക്ക് മുന്നിൽ കൈമലർത്തുകയാണ്. മാത്രമല്ല, ഈ ഇത്രയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഈ മുഹമ്മദ് ഫാസിൽ ഒരു വിഷയത്തിൽ ഇടപെടുകയോ അവരുടെ കുടുംബം ബന്ധപ്പെടുകയോ ഒന്നും തന്നെ എന്തായാലും ഈ പറഞ്ഞതുപോലെ നിയമപരമായി വിവാഹിതരായവരാണ്. പക്ഷേ തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞ് അയാൾ ആ ഭാര്യയെയും മകനെയും ഉപേക്ഷിക്കുന്നു. ശരിയാണ്, ആ സ്ത്രീയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ വേർപിരിഞ്ഞു. പക്ഷേ ആ കുട്ടിയുടെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല എന്നുള്ള ഒരു മട്ട അയാൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ ഒരു വിഷയമൊക്കെ ഉള്ളത് കൊണ്ടാണ് മുസ്ലിം മതവിശ്വാസികളായ സ്ത്രീകൾ തന്നെ മുത്തലാഖ് പോലെയുള്ള ദുരാചാരങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസും വനിതാ കമ്മീഷനും ഈ വിഷയത്തിൽ കൈമലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം.